എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് ജോലികളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇടിയപ്പമായിരുന്നു. അത് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ചിക്കൻ, 1/2 കിലോയുടെ ഒരു ചിക്കനാണ്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിരിക്കുവാണ്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അപ്പോഴത്തേന് നോക്കിയപ്പം ബിരിയാണി റൈസ് തീർന്നു പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി വെക്കാമെന്ന്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുവാണ്. ഒരു 5-6 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 3-4 കഷ്ണം വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഒരു 2 ഇടത്തരം സവോള അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു ഇടത്തരം തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കറി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചൂടോടെ കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂട്ടുമ്പോൾ അതിനൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ എനിക്ക് അതിനോട് മടുപ്പാണ്. അങ്ങനെയാണോ എല്ലാവർക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ആദ്യത്തെ ചൂടോടുകൂടി കൂട്ടുന്ന ആ ടേസ്റ്റ് പിന്നെ രണ്ടാമത് കൂട്ടുമ്പോൾ നമുക്കത് കിട്ടാറില്ല. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളിതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. ചിക്കൻ മസാല ഇല്ല, അതുകൊണ്ട് മീറ്റ് മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പരുവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടി പൊടിച്ചതില്ല, അത് തീർന്നു പോയായിരുന്നു. അതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതില്ലാത്തതുകൊണ്ട് ഞാൻ 2 ഏലക്കായും അതുപോലെ തന്നെ 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഗരം മസാലപ്പൊടി ഇല്ല, ഇങ്ങനെ ചേർത്ത് കൊടുത്താലും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് തിളച്ച് വരുന്ന സമയത്ത് മൂടി വെച്ച് തിളപ്പിക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. പിന്നെ ഉപ്പും എരിവും വേറെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് ആകുമ്പോഴത്തേനെ. അപ്പോൾ നമ്മുടെ കറി ഒന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു തോരൻ കറി കൂടെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. ഈ കറി കൊണ്ട് തന്നെ ഇവിടെ അങ്ങ് പോകത്തില്ല. അത് കാരണം ഞാനിതേൻ്റെ കോളിഫ്ലവർ ഇരിപ്പുണ്ട്. അതൊന്ന് മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഓർത്തത് തോരൻ വെക്കാമെന്നോർത്ത് നൈസായിട്ട് അരിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേനും ഓർത്ത് ചേട്ടന് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അത് കാരണം ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. അതിന് ശേഷം നമുക്കിതൊന്ന് തോരൻ മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെടുത്തിരിക്കുന്നതാണ്. കോളിഫ്ലവർ അരിഞ്ഞെടുത്ത സമയം കൊണ്ട് നമ്മുടെ തേണ്ട കറി നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കാൻ അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മളത് ഒഴിച്ചിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മെഴുക്ക് വരട്ടി വെക്കാനായിട്ട് ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിരുന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 5-6 പച്ചമുളകും ഒരു പകുതി കഷ്ണം സവോളയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനകത്ത് വെള്ളം ഒന്നും ചേർക്കാതെ ആവിക്കിരുന്ന് വേണം ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്താണ് ആവിക്ക് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്.
പിന്നെ നമ്മൾ കറിയെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ദേണ്ടെ ചേട്ടനും രാഹുലിനും ചോറൊക്കെ എടുത്ത് വെച്ച് ദേണ്ടെ കറികളെല്ലാം റെഡിയായി. ചേട്ടൻ ചോറുണ്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരു 2-3 പപ്പടവും കൂടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്കത്തെ ഇന്നത്തെ ലഞ്ച് നമ്മുടെ കോളിഫ്ലവർ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ ചിക്കൻ ഉരുളക്കിഴങ്ങിട്ട് കറി വെച്ചതും, അതുപോലെ തന്നെ പപ്പടവും കൂടിയാണ്. പിന്നെ നാരങ്ങാച്ചാറുണ്ടായിരുന്നു. അത് പിന്നെ ഞാനും ചേട്ടനും കുറച്ചെടുത്തുള്ളൂ. രാഹുലിന് അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത കറികളൊക്കെ ആയിരുന്നു. അന്ന് അത്രയ്ക്ക് വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചില സമയങ്ങളിലൊക്കെ കറി വെക്കുമ്പോൾ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റാറുണ്ട്. അത് എല്ലാവർക്കും സംഭവിക്കാറുള്ളതാണ്. എല്ലാ കറികളും നമുക്ക് എപ്പോഴും നല്ലതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എത്രയാണെന്ന് പറഞ്ഞാലും ചില വീഴ്ചകളൊക്കെ ചില സമയങ്ങളിൽ പറ്റാറുണ്ട്. പിന്നെ നമ്മളൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. വൈകുന്നേരത്തേക്കിന് എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് എനിക്കും പ്ലം കേക്ക് കുറച്ച് ദിവസമായിട്ട് തിന്നണമെന്നൊരു മോഹം തോന്നുന്നു. അത് കാരണം നമുക്ക് കാപ്പിക്കാവുമല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേന് ഞാൻ മൈദയ്ക്കകത്തോട്ട് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ നമ്മൾ ഉപ്പും ഇട്ടു. അതിനുശേഷം അതിലേക്ക് ഗ്രാമ്പൂവും ജാതിക്കായും അതുപോലെ തന്നെ പട്ടയും എല്ലാം കൂടെ പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഏലക്കായും എല്ലാം കൂടെ പൊടിച്ചതാണ്, അതിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അത് ശേഷം അത് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണേ. അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരു കപ്പ് മൈദ എടുത്തതിനകത്ത് 1 കപ്പ് പഞ്ചസാര തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം മധുരം കുറഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് 1 കപ്പ് പഞ്ചസാര തന്നെ എടുത്തു. അതൊന്ന് ക്യാരമലൈസ് ചെയ്ത് നേരത്തെ ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. നമ്മൾ പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ മൈദ ചേർക്കുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി, അത് ഇതിനകത്തില്ല. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇപ്പോഴേ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ഡിസംബറിലെങ്ങാണ്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് റമ്മിനകത്തെ. അത് ഞാൻ ഇവിടുന്ന് ഫ്രൂട്ട്സ് എല്ലാം കൂടെ സോക്ക് ചെയ്ത് വെച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട്, ഒരു 2 പ്രാവശ്യം കൂടെ ഉണ്ടാക്കാനുള്ളത് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാനൊരു 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പ്ലം കേക്കിനകത്ത് ഇത് നല്ല കുറേ ഇടുന്നത് നല്ലതാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് നട്ട്സ് ഇടാൻ മറന്നുപോയി. കാഷ്നട്ട് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓർത്തില്ല ഇടാനായിട്ട്. അതും കൂടി ഇടുവാനും നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടിയേനെ, പക്ഷേ ഞാനത് മറന്നുപോയി. പിന്നെ ഞാനിതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഓവനൊന്നുമല്ല, നമ്മൾ പാത്രത്തിനകത്ത് തന്നെയാണ് വെച്ച് നമ്മൾ അടുപ്പ് സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മളിത് ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്കൊരു 45-50 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ആറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് വിളക്കൊക്കെ കത്തിച്ചു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വ്ലോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.